ലോകത്തിന് മാതൃകയായ വിധത്തിൽ വളർത്തിയെടുത്തതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണി ഗവൺമെന്റും ആ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ചെയ്തത്? നമ്മളിപ്പോ ഇവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. ഈ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബ് ഉൾപ്പെടെ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നതാണോ ഇടതുപക്ഷ മന്ത്രി ചെയ്ത കുറ്റം? കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, പ്രാഥമിക ആശുപത്രികൾ ഇതിനെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയതാണോ മന്ത്രി ചെയ്ത കുറ്റം? ഇവിടെ അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കടന്നാക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിന്റെ മേലെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നിട്ടുള്ളത്. ഇത് ആസൂത്രിതമായ അക്രമമാണ്. ഈ ആസൂത്രിതമായ അക്രമം നടത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും നാട്ടിലാകെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സിപിഐഎമ്മിന്റെയും പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം സിപിഐഎം രേഖപ്പെടുത്തുകയാണ്. മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമായും ഉറപ്പായ സംഗതിയായിരുന്നല്ലോ. പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പോലീസിന്റെ ജാഗ്രത കുറവ് അല്ല, ഇവിടെ നിങ്ങൾ ആ സംഭവം എന്താണെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുനിന്ന് ബിജെപിക്കാരുടെ പ്രതിഷേധമുണ്ടായി. ബിജെപിയും യൂത്ത് കോൺഗ്രസും ഒത്തുകളിച്ചിട്ടാണോ ഈ പ്രതിഷേധം നടത്തിയത് എന്ന് ന്യായമായി സംശയിക്കാം. പുറത്തുനിന്ന് ബിജെപിക്കാരുടെ പ്രതിഷേധം, പോലീസ് സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനും അവരെ തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അങ്ങനെ നടപടി സ്വീകരിക്കുന്നതിനിടയിലാണ് മന്ത്രി റെയിൽവേ സ്റ്റേഷനകത്താണ്. റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് വെച്ചാണ് മന്ത്രിക്കെതിരായി ഈ അക്രമം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വളരെ ആസൂത്രിതമായി മന്ത്രി അപായപ്പെടുന്നതിനു വേണ്ടി പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസും റെയിൽവേ സ്റ്റേഷന്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് ബിജെപിയും റെയിൽവേ സ്റ്റേഷന്റെ അകത്തുനിന്ന് യൂത്ത് കോൺഗ്രസും കെഎസ്യുവും ഈ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മന്ത്രി എന്താ പറഞ്ഞ, എവിടെയാ പരിക്കേറ്റത്, എവിടെയാണെന്നാണ് പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സാധാരണ ഈ വാഹനങ്ങൾക്ക് നേരെ കരിപ്പൊടി പ്രയോഗം ഉണ്ടാകാറുണ്ട്. ഇതൊരാൾ നടന്നു പോകുമ്പോൾ ശാരീരികമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ട്. അതാണ് സാധാരണ നിലയിൽ പ്രതിഷേധം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ കരിങ്കൊടി പ്രകടനം നമ്മൾ കാണാറുണ്ട്. ആ കരിങ്കൊടി പ്രകടനമല്ല ഇവിടെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മന്ത്രിയെ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് കായികമായി കടന്നാക്രമിക്കും, അതും ഒരു വനിതാ മന്ത്രിയെ നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വനിതാ മന്ത്രിയെ കായികമായി ആക്രമിക്കുക, അതിൽ പ്രതിഷേധിക്കല്ലേ നിങ്ങളൊക്കെ വേണ്ടത്? ഇതിനെ നിങ്ങൾ പ്രതിഷേധമെന്ന് വിളിക്കുന്നുണ്ടോ? അപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു സുരക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നിങ്ങൾക്ക് ഇത്രയും ഗൌരവമുള്ള ഒരു കാര്യമുണ്ടായി. മന്ത്രിക്കെതിരായി കായികാക്രമണം ഉണ്ടായി, അതും ഒരു വനിതാ മന്ത്രിക്കെതിരായിട്ട് കായികമായിട്ടുള്ള അക്രമം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അതിന്റെ മേലെയല്ല നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് ആ ആക്രമണത്തെ നിങ്ങൾ അപലപിക്കുക. അതിന്റെ കാരണം യൂത്ത് കോൺഗ്രസുകാർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അക്രമം നടത്തി, അതാണ് അതിന്റെ കാരണം. ഇതില് ഈ ആക്രമണം നടന്നുടൻ പോലീസിനോട് മാറി നിൽക്കാനും നിങ്ങൾ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ള രീതിയിൽ മന്ത്രി കയർക്കുന്നുണ്ട് ദൃശ്യങ്ങളിലടക്കം. അതുകൊണ്ടാണ് സുരക്ഷാ വീഴ്ച എന്തോ ഉണ്ടായോ എന്ന് അവർക്ക് ചോദിക്കുന്നത്. അല്ല, അതായത് ഇവിടെ ഉള്ള പ്രശ്നം എന്താ? ഒരു വനിതാ മന്ത്രിക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ഉണ്ടായി. നിങ്ങൾ ആ കടന്നാക്രമണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾക്ക് അജണ്ട മാറ്റിയിട്ട് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്ന അജണ്ട നിങ്ങൾ കൊണ്ടുവരണം. ആ അജണ്ടയല്ല നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഇത്രയും സങ്കുചിതമാകല്ലേ. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. എന്താ പ്രതിഷേധം? കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവും. ഏതെങ്കിലും ഒരു മന്ത്രി എന്ത് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായാലും ഒരാളെ കായികമായി ആക്രമിക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? കായികമായി കടന്നാക്രമിക്കുന്നത്
എവിടെയും കണ്ടിട്ടുണ്ടോ? എന്നാൽ ചരിത്രത്തിലാദ്യമായി ഒരാളെ കായികമായി കടന്നാക്രമിക്കുക, കായികമായി ആക്രമിക്കുക മാത്രമല്ല, അതും ഒരു വനിതാ മന്ത്രിയെ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തോന്നുന്നത്? പ്രതിപക്ഷ നേതാവിന് എന്താ പറയാനുള്ളത്? ഇത് പ്രതിഷേധമാണോ? ഇത് പ്രതിഷേധമല്ല, ഇത് തമ്മാടിത്തരമാണ്, ഇത് കടന്നാക്രമണമാണ്, ഇത് റൌഡീസാണ്. ഇതൊന്നും അംഗീകരിച്ചു തരുമെന്ന് KSU ആയാലും ശരി, യൂത്ത് കോൺഗ്രസ് ആയാലും ശരി, മൂത്ത കോൺഗ്രസ് ആയാലും ശരി അങ്ങനെ ധരിച്ചു പോകണ്ട. ഇതിനൊക്കെ ശക്തമായി നേരിടാൻ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിയും എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതൊക്കെ തെമ്മാടിത്തരാണ്. തെമ്മാടികളെ തെമ്മാടികളായിട്ട് മാത്രമേ കാണുള്ളൂ. ഇത് പ്രതിഷേധമല്ല, തെമ്മാടിത്തരമാണ്. ശക്തമായ പ്രതിഷേധം കണ്ണൂരിലാകെ ശക്തമായ പ്രതിഷേധം ഇതിന്റെ മേലെ ഉയർന്നു വരും. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് തെമ്മാടിത്തരമാണ്, ഇത് റൌഡിസമാണ്, ഇത് ഗുണ്ടായിസമാണ്. ഗുണ്ടായിസത്തെ ഗുണ്ടായിസമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ശക്തമായ പ്രതിഷേധം ഇതിന്റെ മേലെ ഉയർന്നു വരും. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി തോന്നുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും പറയും, അത് വെച്ച് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണോ? എന്താ ഉണ്ടായത്? നിങ്ങൾ കണ്ടതല്ലേ? മന്ത്രി ഏകപക്ഷീയമായി കടന്നാക്രമിക്കല്ലേ? മന്ത്രി എന്ത് ചെയ്യാനാണ്? ഒരു വനിതാ മന്ത്രിയല്ലേ?